ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. ഒന്നാമത്തെ ആൾ വില്യം തോമസ്. ഇത് അമേരിക്കയിലുള്ള ഒരു സ്വിമ്മറാണ്, ഒരു സ്വിമ്മിംഗ് കളിക്കാരനാണ്. അദ്ദേഹം ചെയ്തു പുരുഷന്മാരുടെ കൂടെ സ്വിമ്മിംഗ് നടത്തി. എന്നിട്ട് എത്ര റാങ്ക് കിട്ടിയത് കാണുന്നുണ്ടോ? 462ാമത്തെ റാങ്ക് കിട്ടി. അപ്പോൾ സാറില്ല, എല്ലാവർക്കും ജയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. മൂപ്പര് ചെയ്തു 462ാമത്തെ റാങ്ക് കൊണ്ട് വീട്ടിൽ പോയി. അപ്പോൾ മൂപ്പർക്ക് പിന്നെ വേറെ ഐഡിയ തോന്നി. എന്തായിരിക്കും ഐഡിയ? സത്യത്തിൽ ഞാൻ വില്യം തോമസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ഞാൻ ആരാണ്? ലിയ തോമസ് ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലിയ തോമസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണായല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? മൂപ്പര് പെണ്ണുങ്ങളുടെ കൂടെ മത്സരിച്ചു. അപ്പോൾ എത്ര റാങ്ക് കിട്ടി നോക്കി? 1ാം റാങ്ക് പെണ്ണുങ്ങളുടെ കൂടെ മത്സരിച്ചു. ഇത് ഞാൻ പറയുന്നത് തമാശ അല്ലോ, കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. തമാശല്ല, ഇത് അമേരിക്കയിൽ നടക്കുന്ന കാര്യമാണ്. ഏതുവരെ ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അറിയോ? കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് ചോദിച്ചാൽ ഈ ലിയ തോമസിന് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കണം. ഒരു ചേട്ടൻ പോയിട്ട് പെണ്ണുങ്ങളുടെ എല്ലാ സ്പോർട്സും കൊളാക്കിയത് പോരാ, എന്നിട്ട് അയാൾക്ക് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ചർച്ച. എന്നിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെയാണ് പുരോഗമനം. മനസ്സിലായോ? ഇതാണ് പുരോഗമനം. ഏത് നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലൊന്നും ഇതെന്തായി ഇമാതിരി പൊട്ടത്തരൊക്കെ കേരളത്തിൽ വരുമെന്ന് വിചാരിക്കും. പക്ഷേ 3 ആഴ്ച മുമ്പ് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. എന്താ? ഇങ്ങനെ പെണ്ണായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് സ്ത്രീകളുടെ കൂടെ മത്സരിക്കാവുന്നതാകുന്നു കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്.